പാറയുമായി എത്തിയ ലോറി നാട്ടുകാർ തടഞ്ഞു. സിനിമാപ്പറമ്പ് ഇടിഞ്ഞകുഴിക്ക് സമീപമാണ് സംഭവം. ക്രഷറിലേക്ക് പാറ എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. കഴിഞ്ഞ ഒരു 4-5 ദിവസം മുമ്പ് പാറ വന്നപ്പോൾ ഇവിടെ നാട്ടുകാർ തടയുകയും ഞാൻ വരികയും ഇതിൻ്റെ ആൾക്കാരോട് സംസാരിച്ചപ്പം താലൂക്ക് യൂണിയനുമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം അത് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ പാറ കൊണ്ടുവരത്തുള്ളതാണ് പറഞ്ഞത്. ഞങ്ങൾ താലൂക്ക് യൂണിയൻ്റെ ആൾക്കാരെ വിളിച്ചപ്പോൾ ഇതിൻ്റെ ധാരണയില്ല, ക്രഷറിലേക്ക് വഴിയായിട്ട് പറഞ്ഞിട്ടില്ല. അത് അങ്ങനെ ഒരു വാക്ക് കേട്ടതുകൊണ്ടാണ് ഇന്ന് വീണ്ടും ഞങ്ങളിവിടെ തടഞ്ഞിട്ടുള്ളത്. അത് ഉത്തരവാദപ്പെട്ടത് വരാതെ ഈ വാഹനം വിട്ടുകൊടുത്തിട്ടില്ല. സിനിമാപ്പറമ്പ് ഇടഞ്ഞക്കുഴിക്ക് സമീപമാണ് പാറയുമായി എത്തിയ ലോറി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. ഇതിന് സമീപമുള്ള NSSന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി ഒരു സ്വകാര്യ കമ്പനിക്ക് ലീസിന് നൽകിയിരുന്നു. ഈ ഭൂമിയിൽ പാറ എത്തിക്കാനെന്ന വ്യാജേന സമീപത്തെ ക്രഷറിലേക്ക് ലോറിയിൽ പാറ എത്തിച്ചതായി ആരോപിച്ചാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ലോറി തടഞ്ഞത്. നമ്മുടെ NSS താലൂക്ക് യൂണിയൻ്റെ സ്വന്തമായുള്ള ഗ്രൗണ്ടാണ് ഇത്. പോരുവഴി 10-ാം വാർഡിൽ ഇടിഞ്ഞകുഴി ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ്. ഇത് വെള്ളംകൊള്ളി ഗ്രൗണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് കുട്ടികൾ കളിക്കുന്ന ഒരു സ്ഥലമാണ്. തൊട്ടപ്പുറത്താണ് സാരഥി മെറ്റൽ ക്രഷർ. അതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാർ 40 വർഷമായിട്ട് കേസ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇടയ്ക്ക് 1.5 കൊല്ലം നമ്മൾ അടച്ചിട്ടേക്കാണ്. എന്തൊക്കെയോ നിയമപരമായി നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ അതിനകത്തുണ്ട്. അത് വിറ്റെന്നും വേറെ ആൾ വാങ്ങിയെന്നൊക്കെ പറഞ്ഞ് പല കഥകളും ഇവിടെ നാട്ടിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് NSSൻ്റെ ഈ സ്ഥലം ലീസിന് ഡെൽറ്റാക്കാരെടുത്തെന്നും പറഞ്ഞ് ഇവിടെ പാറ കൊണ്ടിടുകയും ഒരു വിഷയമൊക്കെ ആയപ്പോൾ നാട്ടുകാർ വിളിച്ച് ഞാനിവിടെ വരികയും അങ്ങനെ ആൾക്കാരോട് സംസാരിച്ച എഗ്രിമെൻറ്റ് താലൂക്ക് യൂണിയൻ NSS താലൂക്ക് യൂണിയന് പാറ സ്റ്റോക്ക് ചെയ്യാനും വിൽപ്പനയ്ക്കുമെന്നും പറഞ്ഞിരിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നവും സമീപത്തെ രോഗികളുടെ അവസ്ഥയും ചൂണ്ടിക്കാട്ടി പ്രദേശവാസികളുടെ സമരത്തിനൊടുവിൽ സമീപത്തെ ക്രഷർ അടച്ചുപൂട്ടിയിരുന്നു. ഇവിടെ വീണ്ടും അനധികൃതമായി പാറ എത്തിച്ച് പ്രവർത്തനം പുനരാരംഭിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്ത പോരുവഴി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കൂടിയായ രാജേഷ് പരവിള്ള പറഞ്ഞു. NSSന്റെ ഒറ്റ മതിലാണ് ഈ ക്രഷറുമായിട്ടുള്ളത്. അന്നേരം നമ്മൾ പറഞ്ഞു ഇത് അങ്ങോട്ടുള്ള പാസേജാണ്, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ തീരുമാനം എടുത്തേക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ 3 കരയോഗങ്ങളിലും പ്രയോഗം വിളിച്ച് ഇതിവിടെ പറ്റത്തില്ലെന്ന് ഏകണ്ഠമായി തീരുമാനം എടുത്തിട്ടുള്ളതാണ്. അത് NSSന്റെ താലൂക്ക് യൂണിയനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ശേഷമാണ് വീണ്ടും ഇതുവഴി തന്നെ പാറ കയറ്റി കൃഷിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാരോട് സംസാരിച്ച് ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി.